നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രകൃതി ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജില്ലയ്ക്ക് എക്സ് സർവീസ് ലീഗിന്റെ കൈത്താങ്. ദുരിതാശ്വാസ പുനരധിവാസ നിധിയുടെ ശേഖരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മഹാത്മാ മന്ദിരത്തിൽ KSES സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ P. ജയദേവൻ നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം അദ്ദേഹം ആ ഏരിയയിലേക്ക് പോയി സന്ദർശിച്ചു. എന്തോ അദ്ദേഹത്തിന്റെ നിമിത്തമെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം അതിന്റെ ഫോട്ടോസ് എടുത്തിട്ടായിരുന്നു. ഉരുൾപൊട്ടൽ തലേ ദിവസം ഫോട്ടോകൾ നോക്കി. ഇതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം, എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടിരുന്നു, അദ്ദേഹം തലേ ദിവസം ഉണ്ടായ ഫോട്ടോ. പക്ഷേ ആ ഫോട്ടോയും ദുരന്തത്തിന് ശേഷം നമ്മൾ നേരിൽ കാണുന്ന ആ കാഴ്ചകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഏറ്റവും വലിയ സത്യം. ഒരു സാധനം പോലും, ഒരു സംഗതി പോലും അവിടെ ബാക്കിയില്ലാത്ത തരത്തിലാണ് സർവനാശം സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച രാത്രി മുതൽ ഈ ഞങ്ങൾ പോകുന്ന ഓഗസ്റ്റ് 20 വരെ ശ്രീ വിജയൻ സർ ആ സ്പോട്ടിൽ ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കഴിയുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ മനുഷ്യത്വപരമായ എല്ലാ പ്രവർത്തികളും അദ്ദേഹം രാവും പകലുമില്ലാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട് ഈ ദുരന്തം നടന്നതിന്റെ വെറും 50 മീറ്റേഴ്സ് പോലും ഇല്ലെന്ന് തന്നെ പറയാം. എന്തോ ഭാഗ്യം. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് യാതൊരുവിധ അപകടവും സംഭവിച്ചില്ല. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ദൗത്യത്തിൽ 30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താനാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ഇതിനായുള്ള ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനമാണ് മന്ദിരത്തിൽ നടന്നത്. ചൂരൽമല സ്വദേശിയും ദുരന്തബാധിത പ്രദേശത്ത് രാപ്പകൽ കർമ്മനിരതനുമായ ഹോണറ്റി ക്യാപ്റ്റൻ H. വിജയനെയും KSESL കല്യാട് യൂണിറ്റിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ V. ലക്ഷ്മണനെയും ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രൻ നാരായണൻ പയ്യരട്ട, PV തമ്പാൻ, അജികുമാർ ഇളയടത്ത്, മത്തായി കുഞ്ഞ്, ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ PV, സുരേന്ദ്രൻ C, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 150 വീടുകൾ ഒന്നും കാണാനില്ല, എവിടെയായിരുന്നു ഒന്നും കാണാനില്ല. ഇതിൽ എത്ര പേര് താമസിക്കുന്നു ഒരു അളവും കണക്കും ആർക്കുമില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയത് കാരണം എനിക്ക് ഓരോ വീടുകളും അന്യമതസ്ഥരായി കഴിഞ്ഞാലും അവരുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഉത്സവവും ഈ ശിവരാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ തെരുവിന് പോകും എല്ലാ വീടുകളിലും. അപ്പൊ ആ വീടുകളൊക്കെ ഇന്നാളെ വീടാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആ വീടുകൾ തുടച്ച് നീക്കപ്പെട്ടിരിക്കുന്നു, ഒന്നുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.